ഒരു മനപ്പെട്ട് പ്രാർത്ഥിപ്പാനുള്ള ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ആ തലമുറകൾക്കായി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തി അവർക്ക് ബലപ്പെടുത്തുവാൻ ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. അതുപോലെ പ്രജ്ഞായിരിക്കുന്നവരുണ്ട്. അനേകരെ ഹാലവർക്കെല്ലാം സുഖ ഡെലിവറി കൊടുക്കുവാൻ അമ്മമാർക്കും പൈതകൾക്കും ഒരു പ്രോബ്ലംസും വരാതെ ദൈവത്തിന്റെ പരിപാലനം ഉണ്ടാകുവാൻ ദൈവത്തോട് അപേക്ഷിക്കാം. അതുപോലെ ക്യാൻസർ രോഗങ്ങളാൽ മറ്റു രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട്. അതിവേദനയാൽ ഭാരപ്പെടുന്ന ഹോസ്പിറ്റലിലെ ഭവനങ്ങളില് അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. അവർക്ക് സൗഖ്യം കർത്താവ് കൊടുക്കട്ടെ. രാത്രികാലം വിശ്വസിച്ചുകൊണ്ട് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ കരങ്ങൾ സൗഖ്യമാക്കുന്ന കരങ്ങൾ സകല രോഗങ്ങളെ നമ്മുടെ നടുവേറ്റ് കളയുന്ന ദൈവം, ദേശത്ത് സൗഖ്യം തരുന്ന ദൈവം ഹല്ലേലൂയ സൗഖ്യമാക്കട്ടെ. ക്യാൻസർ രോഗം ആർക്കും ഉണ്ടാകാതെ വന്ന് അതില്ലാതായി മാറുവാൻ ദൈവത്തോട് അപേക്ഷിക്കാം. ലോകം ഇല്ലാതായി മാറട്ടെ. ദൈവത്തിന് കഴിയാത്തൊന്നുമില്ല. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്വർഗ്ഗത്തിലെ ദൈവം എല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ ഒക്കലഹോമയിൽ നിന്ന് ഹല്ലേലൂയ ജാസ്മിൻ ശമുവേൽ ഹല്ലേലൂയ പള്ളിയിൽ പോയി ഗാനം ആലപിക്കും. ആ പാട്ടിനായി പള്ളിയെ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കും ആ പാട്ട് നമുക്ക് ശ്രമിക്കാം. Greetings to you all in the precious name of Jesus Christ. I will be singing a Malayalam song. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും എന്തു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും എന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കിടും ദയാനിധി, അർഹിക്കാത്ത നന്മകളും എനിക്കിടും ദയാനിധി, യാചിക്കാത്ത നന്മകൾ പോലും നീ എനിക്കേകിയോ നീ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലും നീ എനിക്കേകിയോ നീ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും എന്തു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും എന്തു നന്ദി ചൊല്ലുന്നു ഞാൻ. സത്യദൈവത്തിൽ ഏകപുത്രനായി നിന്നെ വിശ്വസിക്കുന്നു ഞാൻ. സത്യദൈവത്തിൽ ഏകപുത്രനായി നിന്നെ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും നിൻ കൃപാവരങ്ങൾ ചൊരിയുന്നെങ്കിൽ, വരും കാലമൊക്കെയും നിൻ കൃപാവരങ്ങൾ ചൊരിയുന്നെങ്കിൽ, നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും എന്തു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും എന്തു നന്ദി ചൊല്ലുന്നു ഞാൻ. താങ്ക് യു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. കർത്താവ് ഈശ്വരമായിട്ട് അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പാട്ടാകുന്നല്ലോ പാടിയത് നാം കേട്ടത്. ഹല്ലേലൂയ. കാണാൻ്റെ ഉടനെ അറിയുന്നു, കരുതുന്ന യജമാന്റെ പുൽത്തൊട്ടിയും അറിയുന്നു. എന്റെ ജനമോ എന്നെ അറിയുന്നില്ല. ദൈവത്തെ അറിയുന്ന നല്ലൊരു ഹൃദയം, നന്ദിയുള്ള ഒരു നല്ല ഹൃദയം, അതാ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ആ പാട്ടിന്റെ ഓരോ വരികൾ എപ്പോഴും അനുഗ്രഹിക്കപ്പെട്ട ഓരോ വാക്കുകൾ. ഹല്ലേലൂയ.
ദൈവം പാട്ട് ഹല്ലേലൂയ പാട്ടിന്റെ സ്വരം കേൾക്കുന്ന ദൈവം പാട്ടോടെ നാമത്തെ സ്തുതിപ്പാൻ ഇടയായല്ലോ കർത്താവ് ഐശ്വര്യമായി മകളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ പാട്ട് പാടുന്ന മക്കളെ എല്ലാം പിന്നെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടുവാൻ കർത്താവ് കൃപ പകരുമാറാകട്ടെ. നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കുന്നത് പോലെ ഈ സിറ്റിയിലെ പാസ്റ്റർ ലൂക്കോസ് യോഹന്നാൻ പാസ്റ്ററുടെ അമ്മ ഹല്ലേലൂയ ഈ ഭൂമിയിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ ദുഃഖത്തിൽ കൂടെ കടന്നു പോകുന്ന മക്കള് കൊച്ചുമക്കളെ അവരെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ അങ്ങനെ അനേകര് മരണം വഴികളായി ദുഃഖത്തിൽ കൂടെ കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ട്. ഹല്ലേലൂയ ഫ്രൈഡേയിൽ നടക്കുന്ന മെമ്മോറിയൽ സർവീസ്, സാറ്റർഡേ നടക്കുന്ന ഫ്യൂണറൽ സർവീസ് ഒക്കെയും നല്ല ക്ലൈമറ്റ് ഒക്കെയും കർത്താവ് കാലാവസ്ഥയെ അവിടുന്ന് ക്രമീകരിച്ച് തരുവാനും നല്ലൊരു സെന്റ് ഓഫ് അമ്മയ്ക്ക് കൊടുക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ആ വിഷയം നാം ഓർത്ത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ തുടർമാനം ദൈവനെ സൂക്ഷിപ്പാൻ പോകുന്ന ദൈവഭക്തനെ സാംവർഗീസിന്റെ ദൈവങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ വചനത്തിന്റെ വാതിൽ ഭക്തന് തുറന്ന് കിട്ടുവാൻ തക്കവണ്ണം ഇതുവരെ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടതായ ആത്മീയ സത്യങ്ങൾ ഹല്ലേലൂയ യൂദയുടെ ലേഖനത്തിൽ നിന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്നുവല്ലോ. ഈ രാത്രിയിലും ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവശബ്ദം ഹല്ലേലൂയ നിത്യജീവന്റെ മൊഴികൾ രാത്രി കേട്ട് ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ സഹായിപ്പിക്കുന്ന ഒരാൾക്ക് ശബ്ദമൊക്കെ ആത്മാവിന് ചുരുക്കമായി പ്രാർത്ഥിക്കാമല്ലോ. പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ പരിശുദ്ധ ദൈവമേ സംഗീതാവേ ഹല്ലേലൂയ അപ്പച്ച പിതാവേ എന്ന് വിളിച്ചോടുത്ത പാദത്തോടെ അപ്പച്ച സ്തോത്രം കർത്താവേ. ഈ സന്ധ്യാസമയത്ത് അടുത്തുരാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചവൾക്കായി സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ കഴിഞ്ഞ രാജ്യത്തെ കാലം മുഴുവൻ കൃപയുടെ മറവിൽ ഞങ്ങളെ മറച്ചനായി സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ നേരോട് നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കയില്ലാൻ ദൈവത്തിന് വാഗ്ദത്ത വചനമാകിയ കർത്താവേ. ഹല്ലേലൂയ രാത്രികാലം കർത്താവേ ഞങ്ങൾ വിശ്വാസത്തോടെ അവിടുത്തെ പാദത്തോടെ അടുത്തുരാൻ കർത്താവ് സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ പ്രളയൻ കുടുംബത്തെ കർത്താവേ ഇത്രത്തോളം കാത്തു പരിപാലിച്ച് സൂക്ഷിച്ച് കർത്താവേ അനുഗ്രഹിച്ചനായ സ്തോത്രം. കഴിഞ്ഞ നല്ലൊരു കാലം കർത്താവെ അവിടുത്തെ കൃപയുടെ മറവിൽ ഞങ്ങൾ എല്ലാവരും മറച്ചനായ സ്തോത്രം കർത്താവിലെ ആപത്തുകളും തങ്ങൾ രോഗദുഃഖം കർത്താവ് ഞങ്ങളെ വിടുവിച്ചല്ലോ കർത്താവെ. നന്ദിയോടെ അപ്പച്ച അവിടുത്തെ ഭാഗവതത്തിലായിപ്പാൻ ഞങ്ങളെ സഹായിക്കുമ്പോഴാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ ജീവിതത്തിലുള്ള സകല കുറവശങ്ങളെയും യേശുവിന്റെ രക്തം കൊണ്ട് കർത്താവെ രാത്രികാലം ഒന്ന് കഴുകി ശുദ്ധീകരിക്കുമ്പോഴണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുദ്ധീകരണത്തോടെ അപ്പച്ചന്റെ പാദത്തോടെ അടുത്തുരാൻ കർത്താവെ. രാത്രികാലം ഞങ്ങളെ ഓരോ കുടുംബങ്ങളെ ഓരോ വ്യക്തികളെയും കർത്താവെ അവിടുന്ന് സഹായിക്കുന്നതിനായി സ്തുതിക്കുന്ന കർത്താവെ. പ്രളയൻ കർത്താവെ പാട്ടുപാടിന്റെ മകളെ കർത്താവിന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് കർത്താവെ ഇത്രത്തോളം മാനിച്ചനായ കർത്താവ് തുടർന്നും കർത്താവിന്റെ നാമത്തിന് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടുവാൻ കർത്താൻ ഏർക്ക് അനുഗ്രഹമായി തിരുവൻ കർത്താവിന് മകളെ സഹായിക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കാൻ കർത്താവെ. ഹല്ലേലൂയ രാത്രികാലം കർത്താവ് തിരുവചനമായ കർത്താവ് കടന്നു വൃത്തിനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഏഴകൾക്ക് ആവശ്യമായ സ്വർഗീയ ദൂത് കർത്താവെ. തിരുവചനത്തിൽ കൂടി കർത്താവെ പരിശുദ്ധാത്മാവിൽ സംസാരിപ്പാൻ കർത്താവിന്റെ വൃത്തിനെ കർത്താവെ യേശുവിന്റെ രക്തം കൊണ്ട് മുതലിട്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു കർത്താവെ. സ്തോത്രം ദൈവനാമത്തിൽ അനുഗ്രഹിച്ച് കർത്താവെ ഏഴകൾക്ക് ആവശ്യമായ സ്വർഗീയ ദൂത് രാത്രികാലം ഞങ്ങളുടെ മേൽ പകരുമാറണമേ എന്ന് പ്രാർത്ഥിക്കും. വചനം കേൾക്കുവാൻ കർത്താവെ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ സ്തോത്രം കർത്താവെ. വചനം കേൾക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരും രാത്രികാലം കർത്താവെ. പരിശുദ്ധാത്മാവിൽ കൂടെ ഞങ്ങളോട് സംസാരിക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. സ്തോത്രം ആരെങ്കിലും അപ്പച്ച അവിടുത്തെ പാദപീഠത്തിൽ കർത്താവ് രോഗങ്ങളായി കർത്താവ് ഭാരങ്ങളും ദുഃഖങ്ങളും കണ്ണീരോടെ ആയിരിക്കുന്നെങ്കിൽ കർത്താവെ രാത്രികാലം തിരുവചനത്തിൽ കൂടി കർത്താവിടുന്ന ആശ്വാസവാക്കുകൾ കർത്താവെ. ഹല്ലേലൂയ ദൈവമേ സ്തോത്രം അവരുടെ ജീവിതത്തിന് ആവശ്യമായ കർത്താവെ ആശ്വാസം നൽകി കർത്താവിന് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. വിടുതൽ നൽകുന്നേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. രാത്രികാലം കർത്താവിന്റെ ദാസം പറഞ്ഞ കർത്താവെ പാസ്റ്റർ ഹല്ലേലൂയ ദുഃഖത്തിലയക്കുന്ന കുടുംബങ്ങൾക്കായി സ്തുതിക്കുന്ന കർത്താവെ. കൊച്ചുമക്കൾക്കായി സ്തുതിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ ദൈവമേ കർത്താവിടുന്ന് ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ സ്തോത്രം കർത്താവെ. ദൈവമേ കർത്താവെ തുടർന്ന് നടക്കേണ്ട കർത്താവ് എല്ലാ ശുശ്രൂഷകളും ഫ്രൈഡേ സാറ്റർഡേ നടക്കുന്ന എല്ലാ ശുശ്രൂഷയും കർത്താവെ തിരുനാമത്തിൽ കർത്താവ് അനുഗ്രഹിച്ച് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കും കർത്താവെ. തക്ക സമയത്ത് അനുഗ്രഹത്തോടെ എല്ലാ ശുശ്രൂഷയും കർത്താവെ മാതാവിന് നൽകുവാൻ കർത്താവിടെ ആക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. കാലാവസ്ഥ അനുകൂലമാക്കി കൊടുക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൂക്ഷിക്കുന്ന ദേവദാസന്മാരെ കരങ്ങളെടുത്ത് ഉപയോഗിക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ രാത്രികാലം കർത്താവ് ലൈലിയുടെ നിന്റെ ദാസനെ കുടുംബമായ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇത്രത്തോളം അനുഗ്രഹിച്ച് സഹായിച്ചനായ സ്തോത്രം. പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേലെല്ലാം ദൈവത്തിന്റെ ഹിതം കർത്താവെ ഈ ദിവസങ്ങൾ നിറവേറ്റാൻ പോകുന്നതിനായ സ്തുതിക്കുന്ന കർത്താവെ. ഓ നിന്റെ വഴിയെ ഹവയെ ഫലമേൽപ്പിക്കാനും തന്നെ ആശ്രയിക്കാനും നിർവഹിക്കുന്ന ദൈവത്തിന്റെ വാക്തത്വ വചനമാണല്ലോ കർത്താവെ. രാത്രികാലം കർത്താവെ ഹല്ലേലൂയ ഒരുക്കിയ ഹൃദയങ്ങളോട് അവിടുത്തെ പാദപീഠത്തിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ കർത്താവെ തിരുവചനത്തിൽ കൂടി കർത്താവിടുന്ന് സംസാരിക്കുമ്പോഴാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാസനെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ക്രൂശിന്റെ മറവിൽ മറച്ചാട്ടപ്പച്ച സ്തോത്രം കർത്താൻ ആയിരങ്ങൾക്ക് കർത്താവെ ഹല്ലേലൂയ വിടുതലിന്റെ ശബ്ദമാക്കി ദാസനെ ഉപയോഗിച്ചുള്ളമറണമേ എന്ന് പ്രാർത്ഥിക്കും. താഴ്ത്തിയിൽ പിന്നെ പ്രാർത്ഥനായ സ്തോത്രം വരെ ഒരുക്കണമേ. മാനവ മഹത്വം എടുക്കണമേ. യേശു ക്രിസ്തു നാമത്തിൽ ചോദിക്കുന്നത് ഉണ്ടായി കേൾക്കണേ പൊന്നുപിതാവേ. ആമേൻ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. എല്ലാവരെയും കർത്താവ് ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ശുശ്രൂഷയ്ക്കായ ദൈവഭക്തനെ ക്ഷണിക്കുന്നു. ഒക്കലോമയിൽ നിന്നും പാസ്റ്റർ സാം വർഗീസ് നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുന്ന ദൈവദാസനെ തന്നെ നാം വിടരുത്. നാം വളരെ പ്രാർത്ഥിക്കണം. എത്രമാത്രം പ്രാർത്ഥിക്കുമോ അത്രമാത്രം ഐശ്വര്യമായ അനുഗ്രഹ സമൃദ്ധി നമ്മുടെ മേൽ ദൈവം പകർന്നുകൊണ്ടിരിക്കാവുന്നു. തിരുവചന ശുശ്രൂഷയ്ക്കായ ദൈവത്തിനെ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. Praise the Lord.
ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. വളരെ അനുഗ്രഹീതമായ നല്ല സമയത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയും ഒക്കൽഹോമ പ്രയർ ലൈനിന്റെ ആഭിമുഖ്യത്തിൽ നമുക്ക് ഒരുമിച്ച് ചേരുവാൻ കർത്താവ് അനുവദിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. സംഭവബഹുലമാകുന്ന ദുഷ്ടലോകത്തിൽ ദൈവം തന്റെ കൃപയുടെ ഭദ്രമായ ചിറകിനടിയിൽ നമ്മെ മറയ്ക്കുകയും ജീവനും ഭക്തിക്കും വേണ്ടുന്നതൊക്കെ നമുക്ക് നൽകി തന്ന് ക്രിസ്തയേശുവിൽ നമ്മെ ജയോത്സവമായി നടത്തുകയും ചെയ്ത ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ഇന്ന് രാത്രി ദൈവവചന പഠനത്തിനായി ദൈവസന്നിധിയിൽ ആഗതരായിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൽ എളിയവരുടെ വന്ദനത്തെ അറിയിക്കുകയും ചെയ്യുന്നു. ദൈവസന്നിധിയിൽ ഒരുമിച്ച് ചേരുന്ന സമയങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതും ധന്യതയുടെയും നിമിഷങ്ങളാണല്ലോ. നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് ചേരുവാൻ ഒക്കൽഹോമ പ്രയർ ലൈൻ ഒരു മുഖാന്തരമായി തീർന്നതിനെ ദൈവത്തിന്റെ മഹത്വങ്ങൾ കരയേറ്റുന്നു. ആ വാത്സല്യ കുടുംബത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുകയും ആ പ്രിയമുള്ളവരുടെ അനുഗ്രഹത്തിനായി ദൈവത്തോട് മുട്ടിപ്പായി അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഈ പ്രയർ ലൈനിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ ആ പ്രിയമുള്ളവർ ആഗ്രഹിക്കുന്നുവോ അതെല്ലാം കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ചെയ്തെടുപ്പാൻ ആ പ്രിയപ്പെട്ടവരെ കർത്താവ് ബലപ്പെടുത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. യൂദായുടെ ലേഖനം നാം തുടർമാനമായി ദൈവം അനുവദിക്കുന്ന പക്ഷം 1-2 മാസങ്ങൾ നാം ഒരുമിച്ച് ചിന്തിപ്പാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് യൂദായുടെ ലേഖനമാണ്. ഇപ്പോൾ ഈ പ്രയർ ലൈനിന് ലീഡ് ചെയ്ത കർത്താവിന്റെ വിലയേറിയ ദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പാട്ടുപാടിയ വാത്സല്യ സഹോദരിയെ ഓർത്ത് ദൈവത്തിന് വന്ദനം ചൊല്ലുന്നു. പ്രാർത്ഥിച്ച പ്രിയപ്പെട്ടവർക്കായി നന്ദി പറയുന്നു. എല്ലാവരെയും കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. യൂദായുടെ ലേഖനം ഈ കാലഘട്ടത്തിൽ വളരെ അനിവാര്യമായ നാം യാത്ര ചെയ്യുന്ന ഈ സമയത്തിന് വളരെ അത്യന്താപേക്ഷിതമായി കുറിക്കൊള്ളേണ്ടുന്ന ഒരു വേദഭാഗമായിട്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യൂദായിലൂടെ ഈ സന്ദേശം കുറിക്കുന്നത്. ആദ്യത്തെ വാക്യം നാം കണ്ടു. എല്ലാ ലേഖനകർത്താക്കളും ചെയ്യുന്നത് പോലെ വന്ദനം ചൊല്ലി അവർക്ക് അഭിവാദനങ്ങൾ അർപ്പിച്ച് ലേഖനത്തിന്റെ എന്തുകൊണ്ടാണ് താൻ ഇത് എഴുതുവാൻ കാരണം എന്നോർമ്മിപ്പിച്ച് അതിന്റെ കഥാതന്തുവിലേക്ക്, അതിന്റെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് യൂദാ അപ്പോസ്തലൻ പ്രവേശിക്കുന്നത് പോലെ നാമും ഒരുമിച്ച് ചേർന്ന് യൂദായുടെ ലേഖനത്തിലൂടെ മുന്നോട്ട് പോകുവാൻ താല്പര്യപ്പെടുകയാണ്. അതിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ 1-2 വാക്യങ്ങളിൽ നാം കഴിഞ്ഞ 2-3 ആഴ്ചകളായി നാം അത് ചിന്തിച്ചതാണ്. എഴുത്തുകാരനായ യൂദാ ആരാണെന്നും തന്റെ അസന്നിഗ്ധമായ വെളിപ്പെടുത്തൽ യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തെ പറയാതെ തന്റെ ദാസ്യ മനോഭാവത്തെ ചിത്രീകരിച്ച് താഴ്മയുടെ മനോഭാവത്തിലൂടെ തന്നെ താൻ പരിചയപ്പെടുത്തി വായിക്കുന്നവർക്ക് മുഴുവനും വിശേഷ അഭിനന്ദനം നൽകി അഭിവാദനമർപ്പിച്ചുകൊണ്ട് അവരെ അഭിവാദിക്കുമ്പോൾ ഇതര ലേഖനകർത്താക്കൾ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങളൊന്നുമല്ല, വ്യത്യസ്തതയുണ്ട്. അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും വ്യത്യസ്തതയുള്ള എന്തൊക്കെയോ പരിശുദ്ധാത്മാവിന് പറവാനുണ്ട്. അതിനുവേണ്ടി യൂദാ ഒരുങ്ങുകയാണ്. ഇന്ന് രാത്രി ദൈവം അനുവദിക്കുന്ന പക്ഷം നാം ഒരുമിച്ച് ചിന്തിക്കുന്നത് 3-4 വാക്യങ്ങളാണ്. ആ വാക്യങ്ങൾ ഈ വചന പഠനത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവരും നിങ്ങളുടെ വേദപുസ്തകമൊക്കെ തുറന്ന്, എനിക്കറിയാം നിങ്ങൾ യൂദായുടെ പുസ്തകം എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന്, ദയവായി ആ വാക്യങ്ങൾ എല്ലാവരും ഒന്ന് നോക്കിയാട്ടെ. 3-4 വാക്യങ്ങൾ ആരെങ്കിലും ഒരാളെ വായിച്ചു തന്ന് സഹായിച്ചാൽ നന്നായിരുന്നു. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ
സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്കൊരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അസക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ഈ ശിക്ഷാവധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. മതി. 3-4 വാക്യങ്ങൾ. 3-ാമത്തെ വാക്യവും 4-ാമത്തെ വാക്യവും യഥാർത്ഥത്തിൽ ഈ ലേഖനം എഴുതുവാനുള്ള കാരണത്തെ പരാമർശിക്കുന്നു. അഥവാ ഈ ലേഖനം എഴുതുവാനുള്ള ലക്ഷ്യം, ദ പർപ്പസ് ഓഫ് ദിസ് എപ്പിസ്റ്റൽ, ഈ ലേഖനത്തിന്റെ ലക്ഷ്യം എന്താണ് എന്നാണ് 4-ാം വാക്യം സ്റ്റേറ്റ് ചെയ്യുന്നത്. 3-4 വാക്യങ്ങൾ പിരിച്ചു കളയുവാൻ കഴിയാത്ത, ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന 2 വാക്യങ്ങളാണ്. 3-ാമത്തെ വാക്യത്തോട് ചേർന്നാണ് 4-ാമത്തെ വാക്യം നിൽക്കുന്നത്. 4-ാമത്തെ വാക്യത്തിലാണ് യൂദ ഇപ്പോൾ താൻ അനുഭവിക്കുന്ന ദൈവസഭയുടെ അകത്തേക്ക് രംഗപ്രവേശനം ചെയ്യുവാൻ ദ്രുതഗതിയിൽ മുട്ടി നിൽക്കുന്ന, അല്ല അകത്തേക്ക് കയറിയിരിക്കുന്ന വളരെ ദുഷിച്ച പ്രവണതകളുള്ള ഒരു കൂട്ടം അഭക്തരായ, ഒരു കൂട്ടം പ്രാകൃതന്മാരായ, ഒരു കൂട്ടം ജഡീകന്മാരായ, ആത്മാവില്ലാത്ത, ദൈവകൃപയുടെ വ്യാപാരം അശേഷമില്ലാത്ത ഒരു തരം ആസ്തിത്വ സ്വാധീനമുണ്ടായിട്ട് അതിൽ തന്നെ ഒരു തരം പ്രത്യേക അനുഭൂതിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു വിഭാഗം, ഒരു ഗ്രൂപ്പ്, അവരിങ്ങനെ വല്ലാതെ ഇടിച്ചു തള്ളി നിൽക്കുകയാണ്. അപ്പോൾ 3-ാമത്തെ വാക്യം പറയുന്നത് താൻ എഴുതുവാൻ വേറൊരു കാര്യമാണ് ഉദ്ദേശിച്ചത്, അതിനുവേണ്ടി വല്ലാതെ പ്രയത്നം ചെയ്തു എന്നൊക്കെയാണ് 3-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് സകല ഉത്സാഹവും കഴിച്ചെഴുതുവാൻ താല്പര്യപ്പെട്ടു എന്നാണ് യൂദാപ്പോസ്തലൻ പറയുന്നത്. എന്നാൽ വിശ്വാസത്തിന് വേണ്ടി മുന്നേറി പോരാടി മുന്നോട്ട് പോകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് എഴുതുവാനാണ് ഇപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ നിർബന്ധിക്കുന്നതെന്നാണ് സ്വാഭാവികമായി നാം വായിക്കുമ്പോൾ ആ വേദഭാഗങ്ങളിൽ നമുക്ക് ഉരുത്തിരിയുന്ന യാഥാർത്ഥ്യമായ വസ്തുത. 3-ാമത്തെ വാക്യം യഥാർത്ഥത്തിൽ യൂദാപ്പോസ്തലൻ പറയുന്നതിന്റെ താല്പര്യം, ദൈവജനം വളരെ അത്യന്താപേക്ഷിതമായി അവരുടെ പ്രതിരോധനത്തിന്റെ കോട്ട ഉറപ്പിച്ച് ശക്തരായി നിൽക്കുവാൻ ആണ് 3-ാമത്തെ വാക്യം പ്രബോധിപ്പിക്കുന്നത്. നിങ്ങളുടെ പ്രതിരോധനത്തിന്റെ കോട്ട നിങ്ങൾ ഉറപ്പിച്ചു കൊള്ളുക. ഈ കാലഘട്ടത്തിൽ, ഈ തലമുറയിൽ എത്തിയിരിക്കുന്ന ദൈവജനത്തോട്, അല്ല ഏത് തലമുറയിലും ഏത് കാലഘട്ടങ്ങളിലുമുള്ള എല്ലാ മനുഷ്യരോടും ദൈവത്തിന് അതാണ് പറയാനുള്ളത്. ഈവൻ ആദാമിനെ തോട്ടത്തിൽ ആക്കിയ ശേഷം അവന് കൊടുത്ത ഉത്തരവാദിത്തങ്ങളിൽ 3 പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളാണ് ആദം ഹവ്വ ദമ്പതിമാർക്ക് തോട്ടത്തിൽ ദൈവം കൊടുത്തത്. അതിൽ 1-ാമത്തത് തോട്ടം സൂക്ഷിക്കുക എന്നുള്ളതായിരുന്നു. പ്രതിരോധന മേഖലകൾ ഉറപ്പാക്കുക, ഉറപ്പുവരുത്തുക. യാതൊരു കാരണവശാലും നുഴഞ്ഞുകയറ്റക്കാർ കയറാതിരിക്കത്തക്കവണ്ണം നിനക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന തോട്ടത്തെ നീ നന്നായി സൂക്ഷിക്കണം എന്നാകുന്നു ആദിമ മനുഷ്യനെ സൃഷ്ടിച്ച സമയം മുതൽ ഈ കാലഘട്ടം വരെ ദൈവം മനുഷ്യ സമൂഹത്തോട് കൽപ്പിക്കുന്നത്. 2 തരത്തിലുള്ള സുരക്ഷാ മണ്ഡലങ്ങളുണ്ട്. പ്രതിരോധന മണ്ഡലങ്ങൾ 2 തരത്തിലാണുള്ളത്. ഒന്ന്, സ്വയമേവ പ്രതിരോധനം ഉള്ളവനായിരിക്കണം. 2, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന തോട്ടത്തെ നീ പ്രതിരോധത്തിൽ കാത്തുകൊള്ളണം.
ശത്രുവിന് കയറുവാൻ ഒരു വിധത്തിലും പഴുതു കൊടുക്കാതെ സുരക്ഷാ കവാടങ്ങൾ സുരക്ഷയോടെ കാത്തു സൂക്ഷിക്കുവാൻ ലേഖനകർത്താവ് ആവശ്യപ്പെടുകയാണ്. മൂന്നാമത്തെ വാക്യം, ഈ ചിന്തകൾ മനസ്സിൽ വെച്ചുകൊണ്ട് മൂന്നാമത്തെ വാക്യം ഇനി ഒരിക്കൽ കൂടി ഒന്ന് വായിച്ചാട്ടെ. ചില കാര്യങ്ങൾ അതിൽ നിന്ന് ഓർമ്മിപ്പിക്കാൻ നാം ഒരുമിച്ച് ചിന്തിപ്പാൻ ഈ രാത്രി താല്പര്യപ്പെടുകയാണ്. മൂന്നാമത്തെ വാക്യം, പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ പ്രതിരോധ മണ്ഡലം എന്ന് പറയുന്നത് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസമാണ്. ഈ വിശ്വാസത്തിന് കോട്ടം വരാതിരിപ്പാൻ, വിശ്വാസത്തിന് മങ്ങൽ വരാതിരിപ്പാൻ, വിശ്വാസത്തിന് തളർച്ച വരാതിരിപ്പാൻ, വിശ്വാസത്തിന് എപ്പോഴും വളർച്ചയും വിശ്വാസത്തിന് എപ്പോഴും അതിൻ്റെതായ ശക്തിയും ഉള്ളതായിരിക്കാൻ അവനവന്റെ കോട്ടകളെ കാത്തുകൊള്ളണം, പ്രതിരോധ മണ്ഡലത്തെ ഉറപ്പാക്കണം എന്ന് യൂദാപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുകയാണ്. എന്നാൽ തന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരാഗ്രഹമുണ്ട്. അത് കോമൺ സാൽവേഷനാണ്, പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് എഴുതുക എന്നുള്ളതായിരുന്നു. ഇന്ന് രാത്രി നാം ഒരുമിച്ച് ചിന്തിപ്പാൻ പോകുന്നത് എന്താണ് യൂദാപ്പോസ്തലൻ ഇവിടെ എല്ലാവർക്കും പ്രിയമുള്ളവരെ പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ഞാൻ ആഗ്രഹിച്ചിരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ, ആ പൊതുവിലുള്ള രക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, രക്ഷ എന്ന് പറഞ്ഞാൽ ശിക്ഷയിൽ നിന്നുള്ള വിമോചനമാണ്, വിടുതലാണ് എന്നൊക്കെ നമ്മുടെ ബാല്യകാലം മുതലേ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ രക്ഷ എന്ന് തിരുവെഴുത്ത് പറയുന്നത്? പഴയ നിയമ പുസ്തകങ്ങളും പുതിയ നിയമ പുസ്തകങ്ങളും രക്ഷ ദൈവത്തിൽ കേന്ദ്രീകൃതമാണെന്നാണ് പറയുന്നത്. രക്ഷ ദൈവത്തിൽ കേന്ദ്രീകൃതമാണ്. തിയോസെൻട്രിക് സാൽവേഷൻ, ദൈവത്തിൽ കേന്ദ്രീകൃതമായ രക്ഷ. ദൈവം രക്ഷിപ്പാൻ വിചാരിച്ചെങ്കിൽ മാത്രമേ മനുഷ്യൻ രക്ഷപ്പെടാനൊക്കത്തുള്ളൂ. അതാ ദൈവത്തിൽ രക്ഷ കേന്ദ്രീകൃതമാണ് എന്ന് പറയുവാനുള്ള കാരണം. പഴയ നിയമത്തിലെ ആശയം വളരെ വ്യക്തമായിട്ട് മുഴച്ചു നിൽക്കുന്നത് പഴയ നിയമത്തിലാണ്. പുതിയ നിയമത്തിൽ രക്ഷയുടെ മാർഗവും രക്ഷയുടെ തന്തുവിനെയും അവതരിപ്പിച്ചിരിക്കുന്നു. എന്നാൽ പഴയ നിയമം മുഴുവനും രക്ഷകനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രക്ഷകന്റെ മഹത്വമേറിയ പ്രവർത്തനത്തെ ഇவ்விധത്തിലായിരിക്കും എന്ന് ചിത്രീകരിച്ച് ആ രക്ഷയെ ദൈവത്തിൽ കേന്ദ്രീകൃതമായി ദൈവത്തിൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നതാണ് പഴയ നിയമം. ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ച് മുന്നോട്ട് പോകുവാൻ താല്പര്യപ്പെടുന്നു. യെശയ്യാ പ്രവചനം ഒന്നെടുത്താതെ. യെശയ്യാ പ്രവചനം 43-ാമത്തെ അധ്യായം, അതിന്റെ 10-11 വാക്യങ്ങൾ ദയവായി ഒന്ന് വായിച്ചാൽ നന്നായിരുന്നു. നിങ്ങൾ അറിഞ്ഞ് എന്നെ വിശ്വസിക്കുകയും ഞാനാകുന്നു എന്ന് ഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങൾ എന്റെ സാക്ഷികളും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ ദാസനുമാകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. എനിക്ക് മുൻപേ ഒരു ദൈവവും ഉണ്ടായിട്ടില്ല, എന്റെ ശേഷം ഉണ്ടാകുകയുമില്ല. ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല. ആ പദപ്രയോഗങ്ങൾ എത്ര ബ്യൂട്ടിഫുള്ളായി, എത്ര മനോഹരമായ വാക്കുകളാണ്. യെശയ്യാ പ്രവചനം പഠിക്കുമ്പോൾ 4 ദാസഗീതങ്ങളെ കുറിച്ച്, സെർവന്റ് സോങ്, there are 4 servant songs in the book of Isaiah. യെശയ്യാ പ്രവചനത്തിൽ 4 ദാസഗീതങ്ങളുണ്ട്. ഈ 4 ദാസഗീതങ്ങൾ കഷ്ടപ്പെടുന്ന ദാസനെ കുറിച്ച് ഒന്ന് പറയുമ്പോൾ മറ്റൊന്ന് ഇസ്രയേലിനെ യഹോവയുടെ ദാസൻ എന്ന് ചിത്രീകരിക്കുകയാണ്. ഈ ദാസന്റെ ദൗത്യമാണ് ഇവിടെ നാം വായിച്ചു കേട്ട വാക്യത്തിൽ ഉള്ളത്.
അവൻ എന്താ പറയുന്നത്, അവൻ എന്താണ് ചെയ്യേണ്ടത്, അവൻ പ്രഖ്യാപിക്കേണ്ടുന്ന കാര്യം 10ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങൾ അറിഞ്ഞെന്നെ വിശ്വസിക്കുകയും ഞാൻ ആകുന്നു എന്ന് ഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങൾ എന്റെ സാക്ഷികളും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ ദാസനും ആകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല. ദൈവമായ യഹോവ ഉറക്കെ പറയുക, ഞാൻ തന്നെ രക്ഷിതാവ്, ഞാനല്ലാതെ മറ്റൊരുത്തനും ഇല്ല. അതുകൊണ്ടാണ് രക്ഷ ദൈവത്തിൽ കേന്ദ്രീകൃതമാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനി നോക്കിയാട്ടെ, യെശയ്യാ പ്രവചനം 45-ാം അധ്യായം അതിന്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ദയവായി ഒന്ന് വായിച്ചു തന്നാട്ടെ. 45-ുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ, ഞാനല്ലാതെ വേറൊരു ദൈവവും ഇല്ലല്ലോ. എന്നാണ് എന്റെ മുൻപിൽ ഏത് മുഴങ്കാലും മടങ്ങും, ഏത് നാവും സത്യം ചെയ്യും എന്നിങ്ങനെ എന്റെ വായിൽ നിന്ന് നീതിയും മടങ്ങാത്ത ഒരു വചനവും പുറപ്പെട്ടിരിക്കുന്നു. യഹോവയിൽ മാത്രം നീതിയും ബലവും ഉണ്ട് എന്ന് ഓരോരുത്തൻ പറഞ്ഞുകൊണ്ട് അവന്റെ അടുക്കൽ ചെല്ലും. അവനോട് കോപിക്കുന്നവരൊക്കെയും ലജ്ജിച്ചു പോകും. യഹോവയിൽ ഇസ്രായേൽ സന്തതികളെല്ലാം നീതീകരിക്കപ്പെട്ട് പുകഴും. കണ്ടാ നോക്കിയ 22-ാമത്തെ വാക്യത്തിൽ യെശയ്യാവ് പ്രവചനാത്മാവിൽ വിളിച്ചു പറയുക: സകല ഭൂസിമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ, ഞാനല്ലാതെ വേറൊരു ദൈവവും ഇല്ല. എന്നാണ് എന്റെ മുൻപിൽ ഏത് മുഴങ്കാലും മുടങ്ങും, ഏത് നാവും സത്യം ചെയ്യും എന്നിങ്ങനെ എന്റെ വായിൽ നിന്ന് അടങ്ങാത്ത വചനം പുറപ്പെട്ടിരിക്കുന്നു. ഒരിക്കലും മടങ്ങാത്ത നിവർത്തീകരിക്കപ്പെടുന്ന വചനം പുറപ്പെട്ടിരിക്കുന്നു എന്ന ദൈവം അരുളി ചെയ്യുന്നത്. എന്താ? സകല ഭൂസിമവാസികളുമായുള്ളവരെ എങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുവീൻ. അപ്പോൾ ദൈവത്തിൽ കേന്ദ്രീകൃതമായ രക്ഷ അത് ദൈവം യഹോവയിലൂടെ മനുഷ്യവർഗത്തിന് നൽകുന്നു എന്ന് പഴയ നിയമം ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഇനി പുതിയ നിയമത്തിലേക്ക് വന്നാൽ ഇവിടെ പറയുന്ന ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. ഈ ഇപ്പോൾ നാം വായിച്ച 45-ാം അധ്യായം അതിന് 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾക്ക് 2 നിവൃത്തീകരണങ്ങളുണ്ട്. ഒന്നാമത്തെ നിവൃത്തീകരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നടന്നു കഴിഞ്ഞു. ഇനി അടുത്തത് അനധിവിദൂര ഭാവിയിൽ അവനിൽ സംഭവിപ്പാനിരിക്കുന്നതാണ്. അത് ഫിലിപ്പിയ ലേഖനത്തിൽ നാം വായിക്കുന്നു. ഈ 2 സംഭവങ്ങൾക്കും ഇടയിൽ രക്ഷിക്കപ്പെടുന്നവരുടെ എണ്ണം എത്ര വലിയത്, എല്ലാവർക്കും വേണ്ടി റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, യേശു ക്രിസ്തു ഇന്നും പരസ്യമായി ക്രൂശിൽ നിൽക്കുകയാണ്. വിശ്വസിക്കുന്ന ഏതൊരുവർക്കും പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. സകല ഭൂസിമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ. നമ്മുടെ ദേഹത്തിന്, നമ്മുടെ ദേഹിക്ക്, നമ്മുടെ ആത്മാവിന് 3നും രക്ഷ ആവശ്യമായിരിക്കുന്നു. ദേഹരക്ഷയും ആത്മരക്ഷയും ദേഹിക്ക് സൗഖ്യവും നൽകുവാൻ കഴിവുള്ള ഒരുവനുണ്ട്. അവനിലേക്ക് നോക്കി രക്ഷ പ്രാപിപ്പാനാണ് പറയുന്നത്. ഇതേപടി യേശു വിളിച്ചു പറഞ്ഞത് നമുക്ക് കാണുവാൻ കഴിയും. നിക്കോദിമോസ് എന്ന് പറയുന്ന മനുഷ്യൻ യേശുവിന്റെ അരികിൽ വരുന്നു. അവൻ രാത്രിയിലാണ് യേശുവുമായുള്ള സംഭാഷണം നടത്തുന്നത്. അനന്തരം ആ സംഭാഷണത്തിന്റെ പിന്തുടർച്ചയെ യോഹന്നാൻ 3:14 നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: മോശ മരുഭൂമിയിൽ
താമ്രസർപ്പത്തെ ഉയർത്തിയതുപോലെ, പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. എന്നിട്ട് 3:16 നാം ഇങ്ങനെ വായിക്കുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. യേശു ക്രിസ്തുവിനെ ക്രൂശീകരണം, കാൽവരി ക്രൂശിൽ യേശു മരണം ആസ്വദിക്കുമ്പോൾ യെശയ്യാ പ്രവാചകൻ പറഞ്ഞ വാക്കുകൾക്ക് നിവർത്തി വരികയായിരുന്നു. അതിന്റെ 1-ാം ഭാഗത്തിന് നിവർത്തീകരണം നടന്നു. സകല ഭൂസിമവാസികളുമേ എങ്കിലേക്ക് നോക്കി രക്ഷ പ്രാപിപ്പീൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആ വാക്കിന്റെ സമ്പൂർണമായ നിവർത്തീകരണം കാൽവരി ക്രൂശിൽ സംഭവിച്ചു. എന്നോട് ചേർന്ന് ദയവായി നോക്കിയാട്ടെ റോമാലേഖനം 3-ാം അധ്യായം. റോമാലേഖനം 3-ാം അധ്യായം അതിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ ദയവായി ഒന്ന് വായിച്ചു തന്നാൽ വളരെ അനുഗ്രഹമായിരുന്നു. 3-ാം അധ്യായം അതിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ. അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല എന്നിങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. ന്യായപ്രമാണം പറയുന്നത് എല്ലാം ന്യായപ്രമാണത്തിനും കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു. അങ്ങനെ ഏത് വായും അടഞ്ഞും സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതത്രേ. അതുകൊണ്ട് 24-ാമത്തെ വാക്യം മുതൽ വായിച്ചാട്ടെ. 24 മുതൽ. അവന്റെ കൃപയാൽ ക്രിസ്തുവേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രേ നീതീകരിക്കപ്പെടുന്നത്. അടുത്തത് 25-ാമത്തെ വാക്യം. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ഏതൊരുവനും, വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ പരസ്യമായി നിൽക്കുകയാണ്. എന്തിനു വേണ്ടി? നിന്റെ ദേഹത്തിന്റെ വിടുതലിന് വേണ്ടി, നിന്റെ ദേഹിയുടെ വിടുതലിന് വേണ്ടി, നിന്റെ ആത്മാവിന്റെ വിടുതലിന് വേണ്ടി. സകല ഭൂസീമവാസികളെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷ പ്രാപിപ്പീൻ എന്നരുളി ചെയ്തവൻ ഇന്ന് രാത്രിയും പാപിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ അവൻ നിൽക്കുകയാണ്. 2 കള്ളന്മാരുടെ നടുവിൽ ഉയർത്തപ്പെട്ട കുരിശിൽ സ്വന്തം തോളിന്മേൽ തലചായിച്ച് ദേഹം മുഴുവനും ഉഴവിച്ചാൽ പോലെ കീറപ്പെട്ടവനായി യേശു നിൽക്കുന്നത് എന്തിനാ? സകല മാനവകുലത്തിനോടും വിളിച്ചു പറയുന്ന ഒരു സന്ദേശം ഒന്ന് മാത്രമേ ഉള്ളൂ, എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷ പ്രാപിപ്പീൻ. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഇന്ന് രാത്രി നീ ഇരിക്കുന്ന സാഹചര്യം ഏതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, നീ ഇരിക്കുന്ന ഇടം ഏതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നീ കിടക്കുന്ന കിടപ്പിൽ കിടന്നുകൊണ്ടായിരിക്കാം, നീ ക്ഷീണിതനായിരിക്കുന്ന അവസ്ഥയിലായിരിക്കാം ഇന്ന് രാത്രി ഈ വാക്യം കേൾക്കുന്നത്. ഈ വാക്യം എങ്ങനെയാ പറയുന്നത്? വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ഇന്ന് രാത്രിയും യേശു നിന്റെ കിടക്കയ്ക്കരികിൽ, വിശ്വസിക്കുന്ന നിന്റെ കിടക്കയുടെ അരികിൽ വിടുവിപ്പാൻ കഴിയുന്നവനായി, രക്ഷിപ്പാൻ കഴിയുന്നവനായി, വിടുതലിന്റെ കരവുമായി നിൽക്കുന്ന കാഴ്ച ഇന്ന് രാത്രി നീ കാണുന്നുണ്ടെങ്കിൽ നീ ഇരിക്കുന്ന ഇരിപ്പിലിരുന്നുകൊണ്ട്, കിടക്കുന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് ദൈവമുഖത്തേക്ക് നോക്കിയിട്ട് പറ, അപ്പച്ച ഞാൻ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ഇന്ന് രാത്രി നിനക്ക് രക്ഷയുടെ പദ്ധതിയിൽ എന്തൊക്കെയുണ്ടോ അത് മുഴുവനും ഇന്ന് രാത്രി അനുഭവിച്ചെടുക്കുവാൻ നീ വിശ്വസിക്കാൻ മാത്രം ചെയ്യുക. അതല്ലാതെ ദൈവം നമ്മോട് മറ്റൊന്നും ആവശ്യപ്പെടുന്നില്ല. ഇന്ന് രാത്രിയും അതുതന്നെ ദൈവം നമ്മൾ ആവശ്യപ്പെടുന്നു. നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. മറ്റൊന്നും നമ്മൾക്ക് ആധാരമായിട്ടില്ല. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ഇന്ന് രാത്രിയും യേശു പരസ്യമായി നിൽക്കുകയാണ്. അവനെ നോക്കിയിട്ട് പിച്ചള സർപ്പത്തെ ഉയർത്തി നിർത്തിയിരിക്കുകയാണ്. അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റ ഏതൊരുവനും അതിനെ നോക്കിയാൽ നോക്കുന്ന മാത്രയിൽ അവന് വിമോചനമുണ്ട്. മൂപ്പന്മാരെല്ലാരും കൂടെ അന്നേരം ഒന്നിച്ചുകൂടി, എന്റെ ചിന്തയിലാകട്ടോ, ബൈബിളിലൊന്നും പറഞ്ഞിട്ടില്ല. ന്യായാധിപൻ സംഖ്യാപുസ്തകം 29-ാം അധ്യായം
സമയമുള്ളപ്പോൾ എടുത്ത് വായിച്ചാൽ മതി. അതിനകത്ത് അത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. മരുഭൂമി യാത്രയിൽ വൈഷമ്യത്തിന് നടുവിൽ അവൾ എത്തിച്ചേർന്നിരിക്കുന്നു. എവിടെയും അഗ്നിസർപ്പങ്ങൾ, എവിടെയും അഗ്നിസർപ്പങ്ങൾ. കടിക്കുന്നവൻ മരണപ്പെടുകയാണ്. യഹോവ മോശയോട് പറഞ്ഞു, നീ ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി അതിനെ ഒരു കൊടിമരത്തിന്മേൽ തൂക്കാൻ പറഞ്ഞു. ഉയർത്തപ്പെട്ട കൊടിമരം എവിടെയുണ്ടോ അവിടെ വിടുതലുണ്ടെന്ന് ഇന്ന് രാത്രി ഈ വാക്യത്തിൽ നിന്ന് ഞാൻ വിളിച്ചു പറയട്ടെ. 20-ാം സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെയാ വായിക്കുന്നത്, ഞങ്ങൾ നിന്റെ നാമത്തിൽ കൊടി ഉയർത്തുന്നു. ഇന്ന് രാത്രി നീ ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് വിശ്വാസത്തിന്റെ കൊടി ഉയർത്ത്, അത് വിജയത്തിന്റെ കൊടിയായി മാറും. എന്തുകൊണ്ടെന്നാൽ ഒരുവൻ ജയമെടുത്ത് അക്കരെ നിൽപ്പുണ്ട്. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കുന്നു. നിന്റെ നാമത്തിൽ ഞങ്ങൾ കൊടി ഉയർത്തുന്നു. അന്ധകാര മണ്ഡലം നിന്നിൽ നിന്ന് പിടിച്ചു വാങ്ങിയവയൊക്കെ ഇന്ന് രാത്രി തിരിച്ചു വാങ്ങുവാൻ ജയത്തിന്റെ കൊടി ഉയർത്തുന്ന രാത്രിയായി ഈ രാത്രി മാറട്ടെ. കൊടിമരത്തിന്മേൽ ഉയർത്തപ്പെട്ട പിച്ചള സർപ്പം. പിച്ചള സർപ്പത്തെ ഉയർത്തിയിരിക്കുകയാണ്. മരിക്കുവാൻ കിടക്കുന്നവരോട് വിളിച്ചു പറയുന്ന വാർത്ത ഇങ്ങനെയാ, പിച്ചള സർപ്പത്തെ നോക്ക്, വിടുതലുണ്ടാകും. മൂപ്പന്മാരെല്ലാരും കൂടെ ഒരുമിച്ച് ചേർന്നു. അവര് പറഞ്ഞു, എടാ കടിച്ച് ചാകാൻ തുടങ്ങി കിടക്കുക. അന്നേരം അവരോട് നോക്കിയാൽ എവിടെ വിടുതൽ? എല്ലാ മൂപ്പന്മാരും ഒരുമിച്ച് ചേർന്ന് പറഞ്ഞാലും ഇന്ന് രാത്രി വിശ്വസിക്കുന്ന നിന്റെ അന്തരംഗത്തിൽ നിന്ന് അതിനെ നോക്കുവാൻ നിന്റെ മനസ്സുയർന്നാൽ വിടുതലുണ്ടെന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. അപ്പോൾ ആരൊക്കെ നോക്കിയോ അവർക്കൊക്കെ വിടുതൽ. അതേ ചിത്രം കാൽവരി ക്രൂശുമായി കർത്താവ് തന്നെ ബന്ധിപ്പിച്ചു. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടതാകുന്നു. ഞാൻ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും എന്ന് പറയുമ്പോൾ റോമാലേഖനം 3-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ ഉയർത്തപ്പെട്ട് നിൽക്കുന്ന ക്രൂശിനെയും അതിന് നടുവിൽ കിടക്കുന്ന യേശുവിനെയും ചിത്രീകരിച്ചിട്ട് പൗലോസ് വിളിച്ചു പറയുകയാ, വിശ്വസിക്കുന്നവർക്ക്. എനിക്ക് ആ വാക്യം എത്ര ആവർത്തി പറഞ്ഞാലും എന്റെ കൊതി തീരില്ല. അത്രയ്ക്കിഷ്ടമാ വാക്യം പറയുവാൻ. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. രക്ഷ ദൈവത്തിൽ കേന്ദ്രീകൃതമായിരിക്കുമ്പോൾ തന്നെ അത് അനുഭവിപ്പാനുള്ള യോഗ്യത നിന്നിൽ കേന്ദ്രീകൃതമാണെന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. രക്ഷ ദൈവത്തിൽ കേന്ദ്രീകൃതമായിരിക്കുന്നത് പോലെ തന്നെ അത് അനുഭവിപ്പാനുള്ള യോഗ്യത അത് നിന്നിൽ കേന്ദ്രീകൃതമാണ്. ആ യോഗ്യതയുടെ 3 വാക്കുകൾ, 3 പദങ്ങൾ, 3 വാക്കുകൾ ഉൾപ്പെടുന്ന ഒരു പദമാണുള്ളത്. ആ പദത്തിന് വിശ്വാസം എന്ന് പറയുന്നു. വിശ്വാസത്തോടുകൂടി ഇന്ന് രാത്രി ക്രൂശിനെ നോക്കുന്നവന് രക്ഷയ്ക്ക് കാരണഭൂതനായി തീർന്ന യേശു ക്രിസ്തുവിന്റെ രക്ഷണ്യ പ്രവൃത്തിയിലൂടെ നിത്യജീവൻ പ്രാപിപ്പാൻ കഴിയും എന്നുള്ള സത്യമാണ് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. 1-ാമത്തെ ഭാഗം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തോടുകൂടി സംഭവിച്ചു. എന്നാൽ ഇനി എപ്പോഴാണ് അടുത്ത ഭാഗം നിറവേറുന്നത്? എല്ലാവും യേശു ക്രിസ്തു കർത്താവെന്ന് ഏറ്റുപറയുന്ന ഒരു ദിവസമുണ്ട്. ഫിലിപ്പിയാലേഖനം 2-ാം അധ്യായത്തിൽ നാം ആ ഭാഗം വായിക്കുന്നുണ്ട്. ഫിലിപ്പിയാലേഖനം 2-ാം അധ്യായം എന്ന് എടുത്താട്ടെ. അതിന്റെ 10-ാമത്തെ വാക്യം ദയവായി വായിച്ചാട്ടെ. സകല നാമത്തിനും മേലായ നാമം നൽകി അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഇപ്പോൾ കാൽവരി ക്രൂശിൽ യേശു നിൽക്കുന്നു. വിശ്വസിക്കുന്ന ഏതൊരുവർക്കും പ്രായശ്ചിത്തമാകുവാൻ അവൻ നിൽക്കുകയാണ്. എന്നാൽ ഇനി അനധിവിദൂര ഭാവിയിൽ മറ്റൊന്ന് സംഭവിക്കാൻ പോകുന്നു. രാജാതിരാജാവും കർത്താവുമായി അനേക രാജമുടികളോടുകൂടി കുതിരപ്പുറത്ത് ഒരുവൻ വരുന്ന കാഴ്ച കണ്ടു. അവന്റെ നെറ്റിമേലും ഉടുപ്പിന്മേലും രാജാതിരാജാവെന്നും കർത്താവെന്നും എഴുതിയിട്ടുണ്ട്.
ആ മഹത്വനാമത്തിന് മുൻപിൽ എല്ലാ മനുഷ്യരും തിരുവഴുത്തിന്റെ വ്യാഖ്യാനം തിരുവഴുത്ത് പറയുന്നത് ഇങ്ങനെയാ: സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും 3 ലോകങ്ങളും ഒരുമിച്ച് അവന്റെ മുൻപിൽ വണങ്ങും, അവന്റെ മുൻപിൽ മുട്ടുമടക്കും, എല്ലാ നാമം ഒരുമിച്ച് പറയും യേശു ക്രിസ്തു കർത്താവാകുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചത് വളരെ ശ്രദ്ധേയമാണ്. ആ 2-3 വാക്യങ്ങൾ താൻ ഒരുമിച്ച് ചേർത്തപ്പോൾ എപ്പോൾ ഭവിക്കുമെന്നോ എങ്ങനെ ആയിരിക്കുമെന്നോ തനിക്കറിവില്ലായിരുന്നു. എന്നാൽ ഇന്ന് രാത്രി നമ്മുടെ മുൻപിൽ ആ വസ്തുത തെളിഞ്ഞു വരുമ്പോൾ ഇന്ന് രാത്രി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. സകല ഭൂസിമവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ലല്ലോ. എന്നാണ് എന്റെ മുൻപിൽ ഏത് മുഴങ്കാലും മടങ്ങും, എല്ലാ നാളും സത്യം ചെയ്യും എന്നിങ്ങനെ എന്റെ വായിൽ നിന്ന് നീതിയും മടങ്ങാത്ത ഒരു വചനവും പുറപ്പെട്ടിരിക്കുന്നു. മടങ്ങാത്ത ഒരു വചനം പുറപ്പെട്ടിരിക്കുകയാ. അത് പുറപ്പെട്ടത് ഇങ്ങനെയാ: എല്ലാ മുഴങ്കാലും അവരുടെ മുൻപിൽ വണങ്ങും. അതെപ്പോഴാ? എന്റെ കർത്താവ് രാജാവും കർത്താവുമായി മടങ്ങി വരുമ്പോൾ. ഇന്ന് അവനെ അവനെ കാണുന്നു. കാൽവരി ക്രൂശിൽ അവൻ പരസ്യമായി നിൽക്കുകയാ. മാനവകുലത്തിന്റെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് രക്ഷയുടെ കേന്ദ്രബിന്ദുവായി യേശു കാൽവരി ക്രൂശിൽ നിൽക്കുന്നു. ഈ മഹത്വമുള്ള രക്ഷയുടെ പദ്ധതിയെക്കുറിച്ചും അതിന്റെ ത്രികാല അനുഭവങ്ങളെക്കുറിച്ചും എഴുതുവാനാണ് യൂദാപ്പോസ്തലൻ താല്പര്യപ്പെടുന്നത്. ആ വലിയ ആഗ്രഹം തന്നെ മനസ്സിലുണ്ടായി അതിനുവേണ്ടി എഴുതുവാൻ പ്രയത്നം ചെയ്തു വരുമ്പോൾ പരിശുദ്ധാത്മാവ് മറ്റൊന്നിലേക്ക് എഴുത്തുകാരനെ കൊണ്ടുപോകുകയാണ്, യൂദായെ കൊണ്ടുപോകുകയാണ്. രക്ഷയെക്കുറിച്ചും അതിന്റെ ത്രികാല അനുഭവങ്ങളെക്കുറിച്ചും മനോഹരമായ രീതിയിൽ എഴുതി ജനത്തിന് മുൻപാകെ അവതരിപ്പിക്കാനല്ല ഇപ്പോൾ ദൈവത്തിന് പരിശുദ്ധാത്മാവിനെ പ്രബോധിപ്പിക്കുന്നത്, മറിച്ച് വിശുദ്ധന്മാർക്ക് ദൈവം ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി എങ്ങനെ പോരാടണമെന്ന് ഓർമ്മിപ്പിച്ചെഴുതുക ആവശ്യം എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. പൊതുവെ രക്ഷയെക്കുറിച്ച് എഴുതുവാൻ താല്പര്യം ചെയ്ത് സെർച്ച് ചെയ്തു കിട്ടാവുന്ന പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചു കാണും. ഏതൊക്കെ പുസ്തകങ്ങൾക്ക് ലഭിക്കാമോ അതെല്ലാം ശേഖരിച്ചു. എന്നിട്ട് രക്ഷയെക്കുറിച്ചുള്ള എല്ലാ പദ്ധതികളും എഴുതി ജനത്തിന് മുൻപിൽ അറിയിക്കുവാൻ താല്പര്യപ്പെട്ട് പേന കയ്യിലെടുത്തപ്പോഴാണ്, എന്റെ ഭാഷയിലാണ്, എന്റെ ചിന്തയിലാണ്, പേന കയ്യിലെടുത്തപ്പോൾ നുഴഞ്ഞുകയറ്റക്കാരെ കുറിച്ച് അവരെ എങ്ങനെ തടയാം, എങ്ങനെ ഇരുന്ന് തടയിടാം, ഇപ്പോൾ ആവിർഭവിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ ഉപദേശങ്ങൾ, ഇപ്പോൾ ആവിർഭവിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന പ്രശ്നങ്ങൾ, വിശ്വാസത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയാതെ വിശുദ്ധന്മാരെ പിന്നിലേക്ക് പിടിച്ച് വലിക്കുന്ന പ്രവണതകൾ, ആധുനിക തലമുറ അനുഭവിപ്പാൻ പോകുന്ന പ്രതിസന്ധികൾ, ഇതിനെക്കുറിച്ച് എഴുതുവാൻ പരിശുദ്ധാത്മാവ് തനിക്ക് പ്രബോധനം കൊടുക്കുമ്പോൾ ആ ഭാഗം യൂദ പറയുന്നത് വളരെ വ്യക്തമാണ്. സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യം എന്നെനിക്ക് തോന്നി. നമ്മുടെ പക്കൽ ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്ന അതിമഹത്തായ ഒരു ട്രഷറുണ്ട്, ഒരു നിക്ഷേപമുണ്ട്. ആ നിക്ഷേപത്തിന് വിശ്വാസം എന്ന് പേർ പറയുന്നു. രക്ഷിക്കപ്പെട്ട ഓരോ ദൈവ പൈതലിനെയും പക്കൽ സ്വർഗം ഏൽപ്പിച്ചിരിക്കുന്നതാണ് ഈ മഹത്വകരമായ ഈ നിക്ഷേപം, ഈ ട്രഷർ. അത് സ്വർഗം കൊടുത്തിരിക്കുന്നതാ. പൗലോസ് അപ്പോസ്തലൻ ആ നിത്യരക്ഷ അനുഭവമാക്കി കഴിഞ്ഞപ്പോൾ നാശയോഗ്യൻ, ഒന്നാമത്തെ പാവി ഞാൻ എന്നൊക്കെ പറഞ്ഞ മനുഷ്യൻ ദൈവകൃപയുടെ അക്ഷമമായ ആ സത്യത്തെ താൻ കണ്ടു കഴിഞ്ഞപ്പോൾ, അതിനെ താൻ പിടിച്ചു കഴിഞ്ഞപ്പോൾ, അതിനെ താൻ ഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ പറയുന്നൊരു വാക്യം തീമോഥെയോസ് ലേഖനത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു,
അവൻ എന്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. എന്റെ പക്കൽ ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. എന്റെ പക്കൽ ദൈവം ഒരു സാധനം തരികയും ചെയ്തു. അതൊരു ഉപനിധിയായി ഞാൻ സൂക്ഷിക്കുകയാണ്. ആ ഉപനിധി എന്റെ പക്കൽ കർത്താവ് തന്ന വിശ്വാസമാണ്. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന ഈ വിശ്വാസം. തുടർന്നുള്ള ദിനങ്ങളിൽ നാം ഒരുമിച്ച് ചേർന്ന് ചില കാര്യങ്ങൾ വിശ്വാസത്തെക്കുറിച്ച് പഠിക്കുവാൻ പോകുകയാണ്. ഇന്ന് രാത്രി ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുവാൻ പോകുകയാണ്. ശ്രദ്ധിക്കുക, തിരുവെഴുത്ത് വളരെ വ്യക്തമായി യൂദായിനോട് ഓർമ്മിപ്പിക്കുന്നു. രക്ഷ ദൈവത്തിൽ കേന്ദ്രീകൃതമാണ്. ദൈവത്തിൽ കേന്ദ്രീകൃതമായിരിക്കുന്ന ഈ രക്ഷയിൽ നിത്യരക്ഷയ്ക്ക് നമ്മെ കാരണഭൂതനാക്കുവാൻ കർത്താവായ യേശുക്രിസ്തു കടന്നുപോയ അനുഭവങ്ങളെ കുറിച്ച് എബ്രായ ലേഖനത്തിന്റെ കർത്താവ് വിവരിക്കുന്നുണ്ട്. 5-ാം അധ്യായം, എബ്രായ ലേഖനം 5-ാം അധ്യായം, അതിന് 8, 9, 10 വാക്യങ്ങൾ വായിച്ച് ഈ വാക്യങ്ങളോടെ ഇന്ന് രാത്രിക്ക് തന്നെ നമ്മുടെ വചന പഠനങ്ങളുടെ അവസാനിപ്പിക്കുകയാണ്. എബ്രായ ലേഖനം 5-ാം അധ്യായം, അതിന് 8, 9, 10 വാക്യങ്ങൾ. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. കണ്ടോ, തന്നെ അനുസരിക്കുന്ന ഏവർക്കും അവൻ നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. എങ്ങനെയാണ് താൻ നിത്യരക്ഷയുടെ കാരണഭൂതനായത്? 2-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ നിന്ന് വായിക്കുന്നത് ഇങ്ങനെയാ: എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണമാസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം മാത്രം കാഴ്ചവന്നവനായ യേശു മരണമാസ്വദിച്ചതുകൊണ്ട് അവരെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. സകലത്തിനെല്ലാവർക്കും കാരണഭൂതനായ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ തങ്ങളുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവരാക്കുന്നത് യുക്തമായിരുന്നു എന്ന് 5-ാം അധ്യായത്തിൽ പൗലോസ് വർണ്ണിക്കുന്നത്. അതിന് 6-ാമത്തെ വാക്യം മുതൽ ഇങ്ങനെയാ തുടങ്ങുന്നത്. 7-ാമത്തെ വാക്യത്തിൽ ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് മരണത്തിന് തന്നെ വിടുവിപ്പാൻ കഴിയുന്നവരോട് ഉറച്ച നിലവിളിയും അപേക്ഷിക്കുകയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഗെത്സമനാ തോട്ടത്തിൽ വച്ച് മരണം തന്നെ പിടിക്കുവാൻ മരണത്തിന്റെ ബലമുള്ള കരങ്ങൾ തന്റെ അരികിൽ വന്നപ്പോൾ തന്റെ ഐഹിക ജീവകാലത്ത് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി അപേക്ഷയും അഭയാചനയും കഴിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം. സമയമുള്ളപ്പോൾ നിങ്ങൾ ഭവനത്തിൽ നിന്ന് വായിച്ചാൽ മതി. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാ: അവനെ ബലപ്പെടുത്തുവാൻ സ്വർഗമൊരു ദൂതനെ അവന്റെ അരികിൽ അയച്ചു. അവൻ പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ രക്തം വിയർപ്പുത്തുള്ളികൾ പോലെ നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളികൾ പോലെയായി എന്നാണ് വൈദ്യരായ ലൂക്കോസ് യേശുവിന്റെ ഗെത്സമനയിലെ പ്രാർത്ഥനയുടെ ആ മാർമിക രഹസ്യം വെളിപ്പെടുത്തുന്നത്. അവിടെ വെച്ച് ഹൃദയാഘാതം മൂലം തനിക്ക് മരണം ഭവിക്കാമായിരുന്നു. എന്നാൽ ഉറച്ച നിലവിളിയോടും കണ്ണീരോടും അഭയാചനയോടും കൂടി അപേക്ഷയും അഭയാചനയും കഴിക്കുകയും മറുപടി ഭയഭക്തി നിമിത്തം മറുപടി ലഭിച്ചത് തന്നെ ബലപ്പെടുത്തുവാൻ ദൈവം ദൂതനെ അയച്ചു. ആ ദൂതനെ ബലപ്പെടുത്തി ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അങ്ങനെ അനേക കഷ്ടങ്ങളിലൂടെ അവനനുസരിച്ച് കഷ്ടതയിലൂടെ കടന്നുപോയി അവനനുസരിച്ച് തികഞ്ഞവനായി തീർന്നു. തികഞ്ഞവനായപ്പോൾ അവനെ ദൈവം ഒരുക്കി നിത്യരക്ഷയ്ക്ക് കാരണഭൂതനാക്കി അവനെ മാറ്റി. അവൻ നിത്യരക്ഷയ്ക്ക് കാരണഭൂതനായപ്പോൾ ഇന്ന് രാത്രിയും വിശ്വസിക്കുന്നവർക്ക് അവൻ തന്നെ രക്തം മൂലം പ്രാശ്ചിത്തമാകുവാൻ അവൻ പരസ്യമായി നിൽക്കുകയാ. എല്ലാ കണ്ണുകളും ഈ രാത്രി ദൈവസന്നിധിയിൽ ഒരു നിമിഷം അടച്ചാട്ടെ. നമുക്കിന്ന് രാത്രി ശാന്തമായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്ന പ്രകൃതി നന്നായി അറിയുന്നവൻ, നമ്മുടെ അവസ്ഥയെ നന്നായി മനസ്സിലാക്കുന്നവൻ. ദൈവം നമ്മിൽ നിന്ന് മറ്റൊന്നും ആവശ്യപ്പെടുന്നില്ല. ഒറ്റ കാര്യം മാത്രം. സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നു, അവന്റെ അരികിൽ വന്നവനോട് യേശു പറഞ്ഞത്, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. മറ്റൊന്നും ചെയ്യുവാൻ ദൈവം ഇന്ന് രാത്രി നമ്മോട് ആവശ്യപ്പെടുന്നില്ല. നിന്റെ ശരീരത്തിന് രക്ഷയാണോ വേണ്ടത്?
നിന്റെ ദേഹിയുടെ രക്ഷയാണോ വേണ്ടത്? നിന്റെ ആത്മാവിന്റെ രക്ഷയാണോ വേണ്ടത്? ഇന്ന് രാത്രി നിന്റെ ആവശ്യം ഏതായിരുന്നാലും രക്ഷിപ്പാൻ കഴിയുന്നവൻ നിന്റെ അരികിലുണ്ട്. അവന്റെ കരം കുറുതായി പോയിട്ടില്ല, അവന്റെ ചെവി മന്ദമായി പോയിട്ടില്ല. വിടിവിപ്പാൻ കഴിയാതെ വന്നവൻ അശക്തനല്ല, രക്ഷിപ്പാൻ കഴിയാതെ വന്നവൻ ബലഹീനനുമല്ല. ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കുമെന്ന് ചോദിക്കുന്നവൻ ഇന്ന് രാത്രി രക്ഷാനായകനായി നമ്മുടെ മുൻപിൽ നിൽക്കുകയാ. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം ഇന്ന് രാത്രി അവന്റെ രക്തത്താൽ പാപവിമോചനം മാത്രമല്ല, രോഗങ്ങൾക്ക് വിമോചനമുണ്ടെന്നുള്ള കാര്യവും നാം മറന്നു പോകരുത്. പാപനിമിത്തം മാനവകുലത്തിലേക്ക് കടന്നു വന്ന രോഗത്തിന് മേൽ പരിപൂർണമായ വിടുതലിന് വേണ്ടി യേശുവിന്റെ രക്തം ഇന്ന് രാത്രിയും നിൽക്കുകയാണ്. ആമേൻ. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. എല്ലാ കണ്ണുകളും പറയുമ്പോൾ ഇന്ന് രാത്രി നമുക്ക് ദൈവത്തോടെ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ എത്ര ആഗ്രഹിച്ചാലും ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒക്കുകയില്ല. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി രക്ഷ നിത്യമായി നിർവഹിച്ചിരിക്കുന്ന ദൈവകൃപയെ ഓർത്ത് ഇന്ന് രാത്രി ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. നിന്നിൽ കേന്ദ്രീകൃതമായ രക്ഷയെ ഞങ്ങൾക്ക് അനുഭവിപ്പാൻ തന്ന ദൈവകൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നപ്പാ. ഇന്ന് രാത്രിയും ഞങ്ങൾ വിശ്വാസത്തോടെ നിന്റെ മുഖത്തേക്ക് നോക്കുന്നു. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന വേളയിൽ പലവിധമാകുന്ന കഷ്ടങ്ങൾ അനുഭവിച്ച് പലവിധമാകുന്ന വേദനകളിലൂടെ ആരോട് പറയുവാൻ വഹിയാത്ത വിധത്തിൽ മനസ്സിൽ വേദനകൾ ഉൾക്കൊള്ളുന്ന അനേകം വ്യക്തികൾ ഇന്ന് രാത്രി കർത്താവേ നിന്റെ വചനത്തിന് മുൻപിൽ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാ. യേശുവിന്റെ അധികാരം നാമത്തിൽ നിന്റെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം പോലെ പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്ന വചനം ഇന്ന് രാത്രി ഞങ്ങൾ വിശ്വസിക്കുന്നു. നിന്റെ നാമത്തിൽ രോഗശാന്തി, നിന്റെ നാമത്തിൽ സൗഖ്യം, നിന്റെ നാമത്തിലുള്ള എല്ലാ വിടുതലുകളും ഇന്ന് രാത്രി ദൈവം കേട്ടോടെ നിർവസിക്കപ്പെടുവാൻ അവിടുന്ന് ഇടയാക്കണമേ. നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന രക്ഷയിൽ ഞങ്ങൾ സന്തോഷിച്ച് ഇന്ന് രാത്രി പുകഴുന്ന കർത്താവേ, നീ ഞങ്ങൾക്ക് തന്ന രക്ഷയുടെ പദവികൾക്കായി സ്തോത്രം ചെയ്യുന്നു. നിന്നിൽ ആനന്ദിപ്പാൻ യഹോവ മഹത്വമുള്ളവനെന്ന് പറയുവാൻ അവന്റെ രക്ഷയെ ഇച്ഛിക്കുന്നവരൊക്കെയും യഹോവ മഹത്വമുള്ളവരെന്ന് പറയട്ടെ എന്ന് തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ ഇന്ന് രാത്രി മുഴുവൻ ഞങ്ങൾ വിഷയം വയ്ക്കുന്ന എല്ലാ രക്ഷയെ ആഗ്രഹിക്കുന്ന എല്ലാ വസ്തുതകളുടെ മേലും യഹോവ മഹത്വമുള്ളവനെന്ന് പറഞ്ഞുകൊണ്ട് ജീവിപ്പാൻ രാത്രി കിടപ്പാൻ അവർക്ക് ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയുടെ ഭീകരത എത്ര വലിയതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഒന്ന് ഞങ്ങൾ അറിയുന്നു, ഇന്ന് രാത്രി ഞങ്ങളുടെ യേശു മടങ്ങി വന്നാൽ, അല്ല ഞങ്ങളുടെ മരണം ഞങ്ങളെ തൊട്ടാൽ, ഇന്ന് രാത്രി ഇത് രണ്ടും സംഭവിച്ചാൽ കർത്താവേ നിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് കാണപ്പെടുവാൻ തന്നിട്ടുള്ള വിലയേറിയ ഭാഗ്യത്തിനായി നന്ദി പറയുന്നു. ഇത് രണ്ടും സംഭവിക്കുന്നില്ല. അടുത്ത പ്രകാശം ഞങ്ങൾക്ക് തരുന്നെങ്കിൽ നിന്റെ ജീവനിൽ എഴുന്നേൽപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ചൈതന്യത്തോടെ അങ്ങേ വാഴ്ത്തുവാനും സ്തുതിപ്പാനും ഞങ്ങൾക്ക് ഭാഗ്യം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷയെ അതിനെ കൊടുക്കയിൽ അണിനിരക്കുവാനുള്ള ദൈവം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾക്കായി ജയമെടുത്ത കർത്താവിൽ ജയിച്ചവനായി നിൽക്കുന്ന കർത്താവിൽ ആശ്രയിച്ച് ക്രിസ്തീയ ജയജയമായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന നിന്റെ വിശ്വസതയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ ഈ പ്രേരണയ്ക്കായി സ്തോത്രം. ഇതേ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും സ്തോത്രം. എല്ലാവരുടെ മേലും നിന്റെ കൃപ പകരണം. ഇന്ന് രാത്രി വളരെ കേട്ട നിന്റെ ജനത്തെ ആശീർവദിക്കണം. സകലവിധ മഹത്വവും മാനവും ഞങ്ങൾ അങ്ങ് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ എന്നെയോട് ചോദിക്കുന്നവരെന്ന് കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവത്തിനെ കേട്ട എല്ലാ പ്രിയമുള്ളവർക്കും വന്ദനം ഒരിക്കൽ കൂടി പറയുന്നു. ഇന്ന് രാത്രി ഈ ദൈവത്തിനെ പഠിപ്പിക്കുവാൻ എന്നെ ക്ഷണിച്ച പ്രിയമുള്ളവർക്ക് വിശേഷാൽ വന്ദനം ചൊല്ലിക്കൊണ്ട് എല്ലാവർക്കും ഗുഡ് നൈറ്റ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു. അനുഗ്രഹിക്കപ്പെട്ടതായ സ്വർഗീയ ദൂതകാലം നാം കേട്ടത് ദൈവവചനത്തിന്റെ വിലയേറിയ ആത്മീയ സത്യങ്ങൾ ഇന്ന് രാത്രിയിലും നാം കേട്ട് കഴിഞ്ഞിരിക്കാവുന്ന തിരുവചനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഭക്തനെ കൊണ്ടുപോയി നമ്മളെ ചിന്തിപ്പിച്ച് ഓർപ്പിച്ചുണർത്തിയ വിലപ്പെട്ട ആലോചന. ഒരു ദുരുപദേശവും
നാം കൂടി വരുന്ന ദൈവസഭയിലും നമ്മുടെ ജീവിതത്തിലും കുടുംബജീവിതത്തിലും നമ്മുടെ തലമുറകളിലും കയറാൻ സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന നമ്മുടെ കർത്താവ് തിരുവാഴുമ്പോൾ ഞള്ളി ചെയ്ത വിലയേറിയ സത്യങ്ങൾക്ക് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി ഹല്ലേലൂയ. ഞാനല്ലാതെ നിങ്ങൾക്കൊരു അന്യദൈവം ഉണ്ടാകരുത്, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനല്ലാതെ വേറൊരു ദൈവമില്ല എന്നരുളി ചെയ്ത മഹാരാജാവിന് വേണ്ടി ജീവിപ്പാനും പ്രവർത്തിപ്പാനും അധികം ഫലം പുറപ്പെടുവിപ്പാനും അവിടുത്തെ ഇഷ്ടം ചെയ്യുവാനും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും ദൈവത്തെ ഹല്ലേലൂയ ഏത് രീതിയിൽ ഹല്ലേലൂയ പ്രസാദിപ്പിക്കുവാൻ നാം മുൻപോട്ട് വെക്കും, ഹല്ലേലൂയ മനസ്സ് വെക്കുമോ, എത്രമാത്രം പ്രസാദിപ്പിച്ചാലും പ്രസാദിക്കുന്ന മഹാരാജാവ് ഐശ്വര്യമായിട്ട് നമ്മൾ ഇന്ന് രാത്രി കാലം അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ദൈവജനം ഹല്ലേലൂയ ശുശ്രൂഷിച്ച ഭക്തനെ പിന്നെയും ദൈവം കരങ്ങളെടുത്ത് വിലപ്പെട്ട ആത്മീയ സത്യങ്ങൾ, മർമ്മങ്ങൾ, പൊരുളുകൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പിന്നെ ശുശ്രൂഷിപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. ഈ പ്രേരണയിൽ കൂടെ ദൈവം സൂക്ഷിക്കുന്ന ഭക്തന്മാരെ എല്ലാം, പാടുന്ന കുഞ്ഞുങ്ങളെ ലീഡ് ചെയ്യുന്നവര്, ഈ പ്രേരണയിൽ കടന്നു വരുന്ന എല്ലാവരെയും കർത്താവ് ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ അതുകൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ രാത്രികാല ഐശ്വര്യമായിട്ട് നിങ്ങളെ അനുഗ്രഹിച്ചുവല്ലോ. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് യഹോവയെ അന്വേഷിപ്പീൻ. ഹല്ലേലൂയ. മക്കളിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് നൽകുവാൻ കൊണ്ട് നിങ്ങൾ ലോകത്തെ സ്നേഹിച്ചു. അവിടുത്തെ മഹാസ്നേഹം, അവിടുത്തെ സ്നേഹം ഹല്ലേലൂയ എത്ര വലുതാവുന്നു, കരുണയത്ര വലുതാവുന്നു, ദീർഘക്ഷമയത്ര വലുതാവുന്നു, മനസ്സലിവത്ര വലുതാവുന്നു. കർത്താവേ, രാത്രി കാലം പ്രേരണയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും തിരുനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രാത്രികാലം സുഖവർഗങ്ങൾ തരണമേ. പ്രഭാതത്തിനടുത്ത് മുഖം ശോഭ കണ്ടുണർന്ന് നന്ദി കരയേറ്റുവാൻ സഹായിക്കണമേ. എല്ലാവർക്കും ജോലി അനാവശ്യമായ ബലത്തിന്മേൽ ബലവും കഴിവും ആരോഗ്യവും ഹല്ലേലൂയ സൗഖ്യത്തിനായി ആഗ്രഹിക്കുന്ന മക്കളെ ഒക്കെ ഇന്ന് രാത്രികാലം സൗഖ്യമാക്കി. ബലഹീനരായിട്ട് ആരെങ്കിലും ഇന്ന് രാത്രികാലം തിരുസന്നിലായിരിക്കുന്നുവെങ്കിൽ അത്യന്ത ശക്തി പകരണമേ. പ്രേരണയിൽ നടത്തുന്ന മക്കൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരും തിരുനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുമേനി പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സകല മഹത്വം കർത്താവിന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയോടെ കേൾക്കണമേ. ജീവനുള്ള പിതാവേ, ആമീൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, ഓരോരോ കുഞ്ഞായ യേശു ക്രിസ്തുവിന്റെ കൃപ, ആശ്വസിപ്പിച്ച എല്ലാവരും വിലയേറിയ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സംസർഗം തിരുവചനം ശുശ്രൂഷിച്ച ഭക്തന്റെ കുടുംബത്തിന്റെ മേലും ഭൂലോക സകല വിശുദ്ധന്മാരുടെ മേലും പ്രളയം നടത്തുന്ന മക്കളുടെ മേലും ഈ രാത്രികാലം പ്രളയം കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും ഇന്ന് വന്നേക്കും കർത്താവിന്റെ രണ്ടാമത്തെ പ്രത്യക്ഷ കൃപയും സാന്നിധ്യം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. God bless you. God bless us all. നന്ദി അറിയിക്കുന്നു. തന്റെ തിരക്കേറി രാത്രികാലം ദൈവത്തിന്റെ വചനം മനോഹരമായ രീതിയിൽ ജനത്തിന് മുമ്പാകെ ചെയ്യുവാൻ തക്കോണം കർത്താവ് ദാസനെ ബലപ്പെടുത്തിയ കർത്താവിനെ സ്തുതിക്കുന്നു. വചനത്തിന് തന്നെ സമർപ്പിക്കുന്നു. വചനം കേട്ട എല്ലാ നിയമക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സാഹിബ് നന്ദി അറിയിക്കുന്നു. മനോഹരമായ ഗാനം പാടിയതായ ജാസ്മിൻ മോളോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. രാത്രികാലം പ്രയത്നം പങ്കെടുത്ത് എല്ലാവരെയും ദൈവമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിനായി ജീവിക്കാൻ തക്കോണം, നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാൻ തക്കോണം. കാലാകാലങ്ങളിൽ കർത്താവ് നമ്മെ സ്നേഹിച്ചുവല്ലോ. അത് ഓർത്തുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാൻ. നമ്മുടെ പ്രിയപ്പെട്ടവരെ, സ്നേഹിതരെ, യേശുവിന്റെ സ്നേഹത്തിലേക്ക്, കാനൂരിലെ വീണ്ടെടുപ്പിനെ കണ്ടെത്തുവാൻ കഴിയാത്ത പ്രിയപ്പെട്ടവരെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും അവരെയും ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുക. സ്നേഹത്തിലേക്ക് ഹല്ലേലൂയ, സ്തോത്രം. വീണ്ടെടുപ്പിന്റെ അവസ്ഥയിലേക്ക് അവരെത്തിച്ചേരുവാൻ തക്കണം, അവരെ ഈശ്വരനെ സ്വീകരിക്കാൻ തക്കണം, ഇടയാകുവാൻ തക്കണം. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നാളെ രാവിലെ 5 മണിക്ക് വീണ്ടും മധ്യസ്ഥ പ്രാർത്ഥനയുണ്ടല്ലോ. എല്ലാ പ്രിയപ്പെട്ടവരും അതിനായി കടന്നു വന്ന് ദേവസ്ഥാനയിൽ പ്രവർത്തിപ്പാൻ തക്കണം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നാളെ വൈകിട്ട് 9 മണിക്ക് വീണ്ടും ബൈബിൾ സ്റ്റഡി ഉണ്ടല്ലോ. കർത്താവിന്റെ വാഗ്ദാനം നാളെ ദൈവത്തിൽ സംസാരിക്കുന്നതായിരിക്കും. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. താങ്ക് യു ആൻഡ് ഹാവ് എ ബ്ലെസ്ഡ് നൈറ്റ്. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ, മഹിമയിൻ പ്രഭുതാൻ മഹ
പാപത്തിൻ